നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച മാർക്കറ്റ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, ബുള്ളിഷ് ആയിരിക്കുമോ ബാരിഷ് ആയിരിക്കുമോ, കഴിഞ്ഞ ആഴ്ചയുടെ അവസ്ഥകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ നോക്കാം. അതിനു മുമ്പായി കഴിഞ്ഞ വെള്ളിയാഴ്ച ചെയ്ത ട്രേഡുകളുടെ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിക്കാം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച വീഡിയോ ചെയ്തിരുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ചെയ്ത ട്രേഡിങ്ങിൻ്റെ കണക്കാണിത്. ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മൊത്തം 8 ലെവലുകളാണ് എടുത്തത്. പ്രോഫിറ്റ് 6 കോസ്റ്റിൽ 2 എക്സിറ്റ് ആകേണ്ടി വന്നു. ഓക്കെ, നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്കുണ്ട്. കഴിഞ്ഞ 7 ആഴ്ചകളായി, ഇത് വീക്ക്ലി ക്യാൻഡിലാണ്. കഴിഞ്ഞ 7 വീക്കായിട്ട് 1, 2, 3, 4, 5, 6, 7 വീക്കുകളായിട്ട് ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ എന്നിങ്ങനെ ഈ ഒരു ട്രെൻഡ് ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. ഇതൊരു മേജർ ട്രെൻഡാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ആ മേജർ ട്രെൻഡിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രീവിയസ് വീക്കിനും താഴെ അതിനു മുമ്പത്തെ ആഴ്ചയ്ക്ക് അടുത്തായി മാർക്കറ്റ് എത്തിയിരിക്കുകയാണ്. ഏതായിരുന്നാലും ഒരു ബാരിഷ് മോഡാണ് എന്ന് ചോദിച്ചാൽ ബാരിഷ് മോഡല്ല. ഒരു സെൽ മോഡിലേക്ക് പോകാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. അത് എങ്ങനെയാണെന്ന് നോക്കാം. എന്നാൽ ഈ 7 ആഴ്ചയിലും ഈ ഒരു മേജർ ട്രെൻഡ് ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഒരു ക്യാൻഡിലും ബ്രേക്ക് ചെയ്തിട്ടില്ല. വീക്കിലി ക്യാൻഡിലാണിത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടില്ലേ, ഏറ്റവും വലിയ ഒരു റെഡ് ക്യാൻഡിൽ ഫോമായി ആ ഒരു മേജർ ട്രെൻഡിനെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതും പ്രീവിയസ് വീക്കിന് താഴെയാണ് എത്രയോ വലിയ ഒരു റെഡ് ക്യാൻഡിൽ ഫോമായിരിക്കുന്നത്. ഇതാണ് പ്രീവിയസ് വീക്ക്. ഈ വീക്കിൻ്റെ ലോയേക്കാളും എത്രയോ താഴെയാണ്, അതായത് നമ്മുടെ മേജർ ട്രെൻഡിനേക്കാളും മേജർ സപ്പോർട്ടിനേക്കാളും താഴെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നിരിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ, ഇതൊരു ഈവനിങ് സ്റ്റാർ കൂടിയാണ്. ഈ ഒരു 3 ക്യാൻഡിലിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു പ്രീവിയസ് ക്യാൻഡിലിന് കീഴെ ഇത്തരത്തിലൊരു റെഡ് ക്യാൻഡിൽ ഫോമായി എന്ന് കണ്ടാൽ അത് ഒരു ഈവനിങ് സ്റ്റാർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ഈവനിങ് പാറ്റേൺ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു മേജറായ ട്രെൻഡേയും ബ്രേക്ക് ചെയ്ത് താഴെ വന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇനി നമുക്കത് ഡേ ക്യാൻഡിലേക്ക് മാറ്റിയല്ല, ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കാം. ഡേ ഫ്രെയിം ടൈമിലും ഈ ഒരു മേജറായ ട്രെൻഡ്, ഈ ഒരു മേജർ ട്രെൻഡിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഡേ ക്യാൻഡിലിൽ നോക്കിയാലും ഹയർ ഹൈ, ഹയർ ഹൈ, ഹയർ ഹൈ, ഹയർ ഹൈ, ഈ ഓരോ സിങ്ങിനെയും അതിന് മേലെ വരുന്ന ഓരോ സിങ്ങും ബ്രേക്ക് ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. 1, 2, 3 ഇവിടെ ഒന്നും ബ്രേക്ക് ചെയ്തിട്ട് ഈ ഓരോ സിങ്ങിനെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിരിക്കുന്ന ഒരു റിവേഴ്സൽ ട്രെൻഡ് കാണിച്ചു. ഇവിടെ നമുക്ക് എന്താണ് ഒരു ചാൻസ് എന്ന് വെച്ചാൽ നോക്കൂ, ഞാൻ ഇത് അടയാളപ്പെടുത്തി കാണിച്ചു തരാം. ഇവിടെ ഒരു ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രിവ്യൂസ് സിങ് കണ്ടില്ലേ, ഈ സിങ്ങിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ സിങ്ങിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. 1, 2, 3 കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന ഈ ഒരു സോണിൽ നിന്നും എത്രയോ താഴെയാണ് ഈ സിങ് ഉള്ളത്. അത് കൃത്യമായിട്ട് ഞാൻ കുറച്ച് ബോൾഡാക്കി കാണിച്ചു തരാം. ഇങ്ങനെ നോക്കിയാലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നോക്കൂ, ഇനി മാർക്ക് ചെയ്ത് നോക്കാം. ഹയർ ഹൈ, ലോ, ഹൈ, ഇവിടെയാണ് ലോ. നോക്കൂ, ലോ, ഹൈ, ലോ. നോക്കൂ, ഇതിൻ്റെ താഴെയാണ് ഈ ഒരു ചാൻസ് നമുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിങ്ങിന് താഴെ ഒരു ഡേ ക്യാൻഡിൽ ഫോമായി കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്നും നെക്സ്റ്റ് സ്വിങ്ങിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എത്രയാണെന്ന് വെച്ചാൽ 21,532 21,532 മാർക്കറ്റ് വീണ് അവിടെ നിന്നും തിരിച്ച് കയറാനും സാധ്യതയുണ്ട്. അല്ല, അവിടെ നിന്നും താഴെ വന്നാൽ മാർക്കറ്റ് നെക്സ്റ്റ് സിങ്ങായ
21,150 വരെ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് ഇനി അപ് ട്രെൻഡ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ ഒരു കണക്കിൽ നോക്കുമ്പോൾ ഇവിടെ വേറെ ഒരു സംഗതി കൂടെ കാണുന്നുണ്ട്. നോക്കൂ, ഞാൻ ഇതൊക്കെ മായ്ച്ച് കളയട്ടെ. ഇവിടെ ഇതൊരു ഷോൾഡറായിട്ട് നമുക്ക് കണക്കാക്കാം. നോക്കൂ, ഒരു ഷോൾഡർ, ഒരു ഹെഡ്. ഇതാ, ഇനി ഇവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലായ രൂപത്തിലാണ് വെള്ളിയാഴ്ച വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സലായി ഒരു ഷോൾഡർ കൂടെ ഫോമായിക്കൂടാ എന്നില്ലല്ലോ. അങ്ങനെ ഫോമായാലും എന്തായിരിക്കും സംഭവിക്കുക? മാർക്കറ്റ് താഴേക്ക് തന്നെ വരും, ഈ ഒരു സപ്പോർട്ടിലേക്ക് വരും. 21,532 നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്നും വീണാൽ 21,149. ഞാൻ പറഞ്ഞു വന്നത്, ഇനി അപ് ട്രെൻഡ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ പ്രീവിയസ് ഹൈ അല്ലേ 22,526 കേട്ടോ. മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് ചിലപ്പോൾ ഒരു പോയിൻ്റൊക്കെ താഴും. 21,526 സംതിങ് ആണ്. ആ ഒരു മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒരു ഡേ ക്യാൻഡിൽ വന്നാൽ മാത്രമേ ഇനി മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ഡേ ക്യാൻഡിൽ ഫോം ആവണം. ഈ ഒരു ഡേ ക്യാൻഡിൽ ഫോമായി കഴിഞ്ഞാൽ മാത്രമേ ഇനി മാർക്കറ്റ് മുകളിലേക്ക് അപ് ട്രെൻഡായിട്ട് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് നമ്മളുടെ ടെക്നിക്കൽ അനാലിസിസ് വഴി കാണാൻ കഴിയുന്നത്. ഈ ബോക്സിനെ നമുക്ക് വേണമെങ്കിൽ ഇതിനോട് ചേർത്ത് വയ്ക്കാം. ഈ ബോക്സ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് വരുന്ന ആഴ്ചകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, മാർക്കറ്റ് വീണ് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് 21,150 എന്നുള്ള ഈ ഒരു ലൈന് വീണ് കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ട്രെൻഡ് കൂടെ നമുക്ക് ഉണ്ട്. നോക്കിക്കോളൂ, ഇവിടെ ഈ ഒരു ട്രെൻഡ് വരെ എത്താനുള്ള സാധ്യത മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. നോക്കൂ, ഒരുപക്ഷെ ഇതുവരെ വന്നതിന് ശേഷമായിരിക്കാം മാർക്കറ്റ് റിവേഴ്സൽ തരിക എന്നും നമുക്ക് ഊഹിക്കാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് ക്രോസ് ആൻഡ് ക്ലോസ് ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ കൂടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഏകദേശം അതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതുവരെ, അതായത് 45,650 വരെ, അതിനും താഴെ വന്നാൽ 44,600 വരെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏകദേശം ഈ ഒരു സ്വിങ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 44,450 വരെ മാർക്കറ്റ് വീഴാം. ഇതൊക്കെയാണ് മേജറായ സപ്പോർട്ടുകൾ ബാങ്ക് നിഫ്റ്റിയിലും കാണിക്കുന്നത്. ഏതായിരുന്നാലും അടുത്ത ആഴ്ചയും മാർക്കറ്റ് ഈ ഹൈ ക്രോസ് ചെയ്യാത്തിടത്തോളം മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നത്. ഇനി നമുക്ക് വെള്ളിയാഴ്ച 2 സ്റ്റോക്കുകൾ കൊടുത്തിരുന്നു, അതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തേത് UPL ആയിരുന്നു. UPL 465 ബൈ എൻട്രി. 465 ഒരു സുഖസുന്ദരമായ ബൈ എൻട്രി നമുക്ക് ലഭിച്ചു. 470, 473 എന്നിങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. നമുക്ക് അന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 477.50 സുന്ദരമായ ഒരു എൻട്രിയും നല്ല പ്രോഫിറ്റും ലഭിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തത് വിപ്രോ ആയിരുന്നു. വിപ്രോയും ബൈ എൻട്രി ആയിരുന്നു. ബൈ എൻട്രി ഈ ഒരു ലൈൻ റെസിസ്റ്റൻസ് ലൈൻസ് ക്രോസ് ചെയ്താലാണ് ബൈ എൻട്രി പറഞ്ഞിരുന്നത്. 520 പക്ഷേ 520 കടന്നിട്ടില്ല. 518 ക്രോസ് ചെയ്തിട്ടില്ല, 520 എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു ബൈ എൻട്രി വെച്ചിട്ടില്ല. ഇനി അടുത്ത ദിവസം അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 520 ബൈ എൻട്രി പോസിബിളാണ്. 515 സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 525, 528 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ടാണ്, അതായത് വെള്ളിയാഴ്ച ക്രോസ് ചെയ്യാതിരുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഇവിടെ നല്ലൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. നോക്കൂ, വളരെ ക്ലിയറായിട്ട് നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലൈന്
ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് എൻട്രി എടുത്ത് പോകാം. ഓക്കെ, ഇനി നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ടാറ്റ കെമിക്കൽസ് ആണ്. ടാറ്റ കെമിക്കൽസ് ബൈ എൻട്രി ഉണ്ട്, സെൽ എൻട്രി ഉണ്ട്. ബൈ 1150, അതായത് 1149 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1150 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 1143 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1157, 1164 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മേലെ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇനി താഴേക്കാണ് വരുന്നതെങ്കിൽ 1115 സെൽ ചെയ്യാം. 1122 നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം. 1108, 1101 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. രണ്ടാമത്തേത് മാക്സ് ഹെൽത്താണ്. മാക്സ് ഹെൽത്ത് നമുക്കൊരു സെൽ എൻട്രി ആണുള്ളത്. ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ട് 721.50 721.50 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 726 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 715, 711 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്കുണ്ട്, കയറി വരിക. ഓക്കെ, ബൈ.